إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم എന്ന് പൊതുവിൽ നാം കണ്ടുവരുന്ന ഒരു വലിയൊരു അപകടമാണ് മനുഷ്യർ പരസ്പരം തരം താഴ്ത്തി സംസാരിക്കുന്നു, അതുപോലെ നിന്ദിച്ച് സംസാരിക്കുന്നു, ആക്ഷേപിച്ച് സംസാരിക്കുന്നു. എന്താണ് ഇതിന് പ്രധാന കാരണം അവരൊന്നും നമ്മുടെ ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നവരല്ല. അവർ മറ്റൊരു സംഘമാണ്, മറ്റൊരാശയക്കാരാണ്, അല്ലെങ്കിൽ മറ്റ് മതസ്ഥരാണ് എന്നതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഗീബത്ത്, പരദൂഷണം പോലും അവരെ കുറിച്ച് പറയുന്നു, ചീത്തവാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതൊന്നും സത്യത്തിൽ ഇസ്ലാമികമായി ശരിയല്ല. ഒരിക്കലും ഒരു അവിശ്വാസിയോ അല്ലെങ്കിൽ വിശ്വാസിയോ അവനവന്റെ ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ച മുബത്തദികളെയോ ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചും പുത്തൻവാദികളെ കുറിച്ചും നാം ഒരിക്കലും ആക്ഷേപിച്ച് തരം താഴ്ത്തി ചീത്തവാക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സംസാരിക്കാൻ പാടില്ല. അവരെ കുറിച്ച് ഗീബത്ത്, അതായത് പരദൂഷണം പറയാൻ പാടില്ല, നമീമത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ തെറ്റും കുറ്റപരവുമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ സമൂഹം എന്ന് പറയുന്നത് അവിശ്വാസികൾക്കിടയിലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചത്, നമുക്ക് ഉത്തമമായ മാതൃക കാണിച്ചത്. ഒരിക്കലും അവർ അവിശ്വാസികളായതിന്റെ പേരിൽ അവരാക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ തരം താഴ്ത്താനോ അവരെപ്പറ്റി പരദൂഷണം പറയാനോ അല്ലാഹുവിന്റെ റസൂൽ മുതിർന്നിരുന്നില്ല. അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന് അവർക്കിടയിലെ പേര് തന്നെ അൽ അമീൻ, വിശ്വസ്തൻ എന്നായിരുന്നു. ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു, ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നില്ല അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയാണ് നാം എപ്പോഴും എന്നും നാം തുടർന്നു പോരേണ്ടത്. അതിനെയാണ് നാം ഇത്തിബാഉ ചെയ്യേണ്ടത്, നാം അതിനെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതല്ലാത്ത എല്ലാ പഴച്ച മാർഗങ്ങളിലും നാം വിട്ടുനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.